നമസ്കാരം, ഞാൻ നിഷ. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറി. മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു. നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ടു. 2 മാസത്തിനകം പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അതുവരെ നിലവിലെ ഭരണസമിതി അഡ്ഹോക് കമ്മിറ്റിയായി തുടരും. റോഡ് നിർമ്മാണം വീണ്ടും നിലച്ചു. പൊടിശല്യം രൂക്ഷം. ദുരിതക്കയത്തിലായി മേഖലയിലെ വ്യാപാരികൾ. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ ടാറിംഗ് പ്രവൃത്തി വീണ്ടും നിലച്ചു. കുന്നംകുളം നഗരത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിലെ അനാസ്ഥ അഴിമതിയെന്ന ആരോപണം. കോൺഗ്രസ് അംഗങ്ങൾ നഗരസഭാ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചു. പെരുമ്പിലാവിൽ KSRTC ബസിലെ കണ്ടക്ടറെ യാത്രക്കാരൻ മർദ്ദിച്ചു. പെരുമ്പാവൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസിലെ കണ്ടക്ടർ പെരുമ്പാവൂർ ഐമുറി സ്വദേശി മഞ്ഞളി പ്രശാന്തിനാണ് മർദ്ദനമേറ്റത്. ടിക്കറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പഴഞ്ഞി ജെറുസലേമിൽ യുവാക്കൾക്ക് മർദ്ദനം. ജെറുസലേം സ്വദേശികളായ ചീരൻ വീട്ടിൽ 20 വയസ്സുള്ള CS ജോയൽ, പുതുരപ്പറമ്പിൽ വീട്ടിൽ 21 വയസ്സുള്ള അഭിഷിത്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പ്രകോപനം കൂടാതെ ഒരു സംഘം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരാതി. പോലീസിൽ പരാതി നൽകി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറി. മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു. നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു. ആരോപണ വിധേയനായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെയാണ് കൂട്ടരാജിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി പറഞ്ഞ നടൻ പൃഥ്വിരാജ് രംഗത്തെത്തിയിരുന്നു. ചൊവ്വാഴ്ച നടത്താനിരുന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതായി കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു. നടനും അമ്മ പ്രസിഡന്റുമായ മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാലാണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക വിവരം വന്നത്. മോഹൻലാലിന് നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടുമാണ് യോഗം മാറ്റിവെച്ചത്. പുതിയ തീയതി ഉടൻ അറിയിക്കാമെന്ന് അമ്മ ഭാരവാഹികൾ അറിയിച്ചിരുന്നു. അതിനിടയിലാണ് ഓൺലൈനായി ആശയവിനിമയം നടത്തി കൂട്ടരാജിയുണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ മേഖലയിലുണ്ടായ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. നടി മിനു മുനീർ പേര് പരാമർശിച്ച മുകേഷ് MLA രാജിവെക്കേണ്ടേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് രോഷത്തോടെയാണ് കേന്ദ്രമന്ത്രി പ്രതികരിച്ചത്. മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും. വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ്. ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങളെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. ഇല്ല, ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണ്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതി കൊണ്ടുചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇൻപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട്. കോടതി തീരുമാനിക്കും. ആടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല, സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. സർക്കാർ കോടതിയിൽ ചെന്നാൽ കോടതി എടുത്തോട്ടെയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. CCTV ന്യൂസ്, കേച്ചേരി. മറ്റു വാർത്തകളിലേക്ക്. പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട ലോറി അറക്കൽ പാടത്തേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കോട്ടോൽ പള്ളയങ്ങാട്ടിൽ രാജൻ മകൻ രതീഷിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 8 മണിക്കാണ് സംഭവം. വയനാട് നിന്നും പൊറവൂർ റെഡ് സ്റ്റാർ പ്ലാസ്റ്റിക് കമ്പനിയിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടം. റോഡരികിലെ കോൺക്രീറ്റ് പാലത്തിലിടിച്ച് 5 അടി താഴ്ചയോളമുള്ള പാടത്തേക്ക് മറിയുകയായിരുന്നു.
സമീപവാസികളായ നാട്ടുകാരാണ് ലോറി ഡ്രൈവറെ ലോറിക്കുള്ളിൽ നിന്നും രക്ഷപ്പെടുത്തി അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുന്നംകുളം നഗരത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിലെ അനാസ്ഥ അഴിമതിയെന്ന് ആരോപണം. കോൺഗ്രസ് അംഗങ്ങൾ നഗരസഭാ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചു. കുന്നംകുളം നഗരത്തിലെ പഴയ സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് 3 വർഷം മുമ്പ് പരാതി നൽകിയിരുന്നതായി വിഷയമുന്നയിച്ച കോൺഗ്രസ് നഗരസഭാംഗം ലബീബ് ഹസൻ പറഞ്ഞു. സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് കോടതി പറഞ്ഞു അത് പൊളിക്കാൻ സ്റ്റേ നൽകിയിട്ടുണ്ട്. കോടതി കമ്മീഷനെ വെച്ചു. കോടതിയുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ട് എന്നുള്ള സെക്രട്ടറി പറഞ്ഞു. കോടതി ഒരു അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ടുള്ള ഒരു കെട്ടിടം പൊളിക്കരുത് എന്നൊക്കെ കോടതി പറയുമ്പോൾ എന്താണ് ആളുകളുടെ സുരക്ഷിതത്വം എന്നുള്ളത് നമ്മളൊന്ന് ചർച്ച ചെയ്യണം. ഇതേ തുടർന്ന് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തുകയും കെട്ടിടം പൊളിക്കുന്നതിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. കെട്ടിടത്തിലെ കടയുടമകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. കടമുറികൾ ഒഴിപ്പിച്ച് 24 മണിക്കൂറിനകം കെട്ടിടം പൊളിക്കാമെന്നിരിക്കെ ഇതിനുള്ള നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണ്. കെട്ടിടം ഉടമകൾക്ക് കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിക്കുവാനുള്ള സമയം അനുവദിക്കുന്ന സമീപനം അഴിമതിയാണെന്ന് കോൺഗ്രസ് കൗൺസിലർ ഷാജി അലിക്കൽ ആരോപിച്ചു. കോടതി പോയി സ്റ്റേ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ വൻ അഴിമതിക്ക് കളമൊരുങ്ങുന്ന ഒരു സമീപനമാണ് നമ്മുടെ കുന്നംകുളം നഗരസഭ കൊണ്ടുവരുന്നത്. ആ ബോർഡ് കൈയേറി പലതവണ പറഞ്ഞു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ വന്നു, വാർത്തകൾ വന്നു. അനങ്ങിയില്ല. എന്താ ജെസിബിയായിട്ട് പോയിട്ട് അത് പഠിക്കാൻ എന്താ ബുദ്ധിമുട്ട്? പട്ടാമ്പി വടക്കാഞ്ചേരി റോഡുകളിലുൾപ്പെടെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ മനുഷ്യജീവനെ ഭീഷണിയായി നിലകൊള്ളുകയാണ്. 2018 മുതൽ 19 കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള നോട്ടീസ് നൽകിയിട്ടും ഒരു കെട്ടിടം പോലും പൊളിച്ചു മാറ്റിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെട്ടിടങ്ങളുമായി സംബന്ധിച്ച കേസുകൾ നിരന്തരമായി തോൽക്കുന്ന അവസ്ഥ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ വീഴ്ചയാണെന്നും കേസുകൾ മനഃപൂർവ്വം തോറ്റു നൽകുകയാണെന്നും കൗൺസിലർ ബിജു സി ബേബി ആരോപിച്ചു. നഗരസഭയ്ക്ക് വേണ്ടി നഗരസഭ എടുത്ത ഉത്തരവിന്റെ പുറത്ത് ഏതെങ്കിലും ഒരു വ്യക്തി സ്റ്റേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്ന പരിപാടിയില്ല. അപ്പൊ നിരന്തരമായി നമ്മുടെ സ്റ്റാൻഡിംഗ് കൗൺസില് നഗരസഭയ്ക്ക് വേണ്ടി വാദിക്കേണ്ടവര് മറ്റുള്ള നഗരസഭയിൽ എതിരെ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി തോറ്റുകൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. കെട്ടിടങ്ങൾ പൊളിക്കാൻ നടപടിയെടുക്കുന്നതിൽ നഗരസഭയ്ക്ക് വീഴ്ചയുണ്ടായതായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സോമശേഖരൻ പറഞ്ഞു. ഈ ബിൽഡിംഗ് പൊളിക്കുക എന്നുള്ള കാര്യത്തിന് നമ്മളൊന്ന് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിൽ അഴിമതി എന്തായാലും ഉണ്ടായിരുന്നു. അത് ഉദ്യോഗസ്ഥ തലത്തിലാണോ ആ വീഴ്ച വന്നെടുക്കണത്, അതോ ഇനി വേറെ ലെവലിലാണോ? നേരത്തെ സ്റ്റാൻഡിംഗ് കൗൺസില് 100% നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് പരാജയമാണ്. അവർ നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്ന് പൈസ വാങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ എല്ലാ സ്റ്റാൻഡിംഗ് കൗൺസിലെ എല്ലാ വക്കീൽമാരും പണിയെടുക്കുന്നത്. കാരണം വെച്ചെങ്കിൽ നമ്മളെക്കാട്ടും കൂടുതൽ അവർ മറ്റുള്ളവർക്ക് വേണ്ടി അവിടെ വാദിക്കാതിരിക്കാൻ ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടെന്നും കേസ് വിവരങ്ങൾ കൗൺസിലിനെ യഥാസമയം അറിയിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സോമശേഖരൻ ആവശ്യപ്പെട്ടു. തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി പ്രതിഷേധിക്കുകയായിരുന്നു. കോൺഗ്രസ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചതോടെ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അജണ്ടകൾ അംഗീകരിച്ചതായി അറിയിച്ച് യോഗം അവസാനിപ്പിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം തൃശൂർ റോഡിലെ സെൻട്രൽ പ്ലാസ കെട്ടിടത്തിൽ അഗ്നിബാധ. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അഗ്നിബാധ ഉണ്ടായത്. കെട്ടിടത്തിൽ സ്ഥാപിച്ച ഇലക്ട്രിക് മോട്ടോറിന്റെ സ്വിച്ച് ബോർഡിന് തീപിടിച്ച് പുക ഉയരുകയായിരുന്നു. ഇതോടെ കെട്ടിടത്തിലുള്ളവർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പവിത്രൻ, ഗോഡ്സൺ, ആൽബർട്ട്, സനിൽ, ഹോംഗാർഡ് ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ അണച്ചത്. റോഡ് നിർമ്മാണം വീണ്ടും നിലച്ചു. പൊടിശല്യം രൂക്ഷം. ദുരിതക്കയത്തിലായി മേഖലയിലെ വ്യാപാരികൾ. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ ടാറിംഗ് പ്രവൃത്തി വീണ്ടും നിലച്ചു. ടാറിംഗ് മിക്സിന്റെ ലഭ്യതക്കുറവ് മൂലമാണ് നിർമ്മാണ പ്രവൃത്തി വീണ്ടും നിർത്തിവെച്ചിരിക്കുന്നത്. നിർമ്മാണ ചുമതലയുള്ള KSTPയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും നിസ്സംഗതയും നിരുത്തരവാദിത്വവുമാണ് നിർമ്മാണം നിലയ്ക്കുന്നതിലേക്ക് വഴിവെച്ചത്. ടാർ മിക്സിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ അനാസ്ഥ പരിഹരിക്കുന്നതിന് ഭരണാധികാരികളുടെ ഭാഗത്ത് നടപടിയുണ്ടാകാത്തതും അടിക്കടി നിർമ്മാണം നിലയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ട്. നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിന്റെ പേരിൽ കഴിഞ്ഞ 7 ദിവസം റോഡ് അടച്ചിട്ടുവെങ്കിലും
കേവലം 2 ദിവസം മാത്രമാണ് പ്രവൃത്തി നടന്നത്. നിർമ്മാണം വീണ്ടും നിലച്ചതോടെ പാറന്നൂരിലെ ആര്യ ഫാം മുതൽ തൂവാനൂർ വരെയുള്ള മേഖലയിൽ പൊടിശല്യം അതീവ രൂക്ഷമായിരിക്കുകയാണ്. വലിയ വാഹനങ്ങൾ പോയിക്കഴിഞ്ഞാൽ റോഡിലുള്ള കാഴ്ചകൾ പൂർണ്ണമായും മറയ്ക്കുന്ന വിധത്തിലാണ് പൊടിശല്യം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. പൊടിശല്യം അതിരൂക്ഷമായതോടെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് മേഖലയിലെ വ്യാപാരികളെയാണ്. സ്ഥാപനങ്ങളിലേക്ക് പൊടി കയറുന്നത് മൂലം ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാനാകാത്ത സാഹചര്യമാണ്. പൊടിശല്യം മൂലം കഴിഞ്ഞ 5 ദിവസം ഹോട്ടൽ അടച്ചിടേണ്ടി വന്നുവെന്ന് മേഖലയിലെ ഹോട്ടൽ വ്യാപാരി പാലുവായ് സ്വദേശി സലിം പറഞ്ഞു. അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയധികം പേര് 10-12 പേര് ജോലി ചെയ്യണം. അവർക്കൊക്കെ നമ്മൾ ശമ്പളം കൊടുത്ത് വേണം അടച്ചിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണണം. ഒരു മുന്നറിയിപ്പല്ലോ ഒരു പ്രാവശ്യം വന്നിട്ട് 2 സൈഡ് കൊണ്ട് അടക്കി മുൻകൂട്ടി കാരണം ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം വെക്കാതിരിക്കാം. അതും കൂടി പറ്റാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ കൂട്ടിയിട്ടതാണ്. എന്നിട്ടിപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്നാണ് ഞങ്ങൾ തുറക്കുന്നത്. ഈ പൊടി കൊണ്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ പൊടി കാരണം ഞങ്ങൾ നനച്ചിരുന്നു. റോഡിനൊരു കംപ്ലൈൻറ്റ് വരണ്ടെന്നുള്ള ചെയ്യുന്ന പണിക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് ഞങ്ങൾ നനയ്ക്കാറുമില്ല. ഓറടച്ചതും എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വേറെ ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല എന്നുള്ള ഒരു ധാരണയാണ്. പല ആൾക്കാരും വണ്ടിയിൽ അവിടെ നോക്കിയിട്ട് പോവുള്ളൂ. ഈ മേഖലയിലുള്ള എല്ലാ കച്ചവടക്കാരെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഇതുമൂലം വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിട്ടുള്ളതെന്നും സലിം പറഞ്ഞു. മേഖലയിലെ മറ്റു വ്യാപാരികൾക്കും സമാന സ്ഥിതിയാണ്. ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ചേർന്ന് ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനം അവസാനിപ്പിച്ച് റോഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കാൻ തയ്യാറായേ മതിയാകൂ. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലനിറയുടെ തുടർച്ചയായുള്ള തൃപ്പൂത്തരി ബുധനാഴ്ച ആഘോഷിക്കും. രാവിലെ 9:35 മുതൽ 11:40 വരെയുള്ള മുഹൂർത്തത്തിലാണ് ചടങ്ങ്. പുത്തരി പായസം തയ്യാറാക്കുന്നതിന് 2.88 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണസമിതി അംഗീകരിച്ചു. 1200 ലിറ്റർ പുത്തരി പായസമാണ് തയ്യാറാക്കുന്നത്. 1 ലിറ്ററിന് 240 രൂപയാണ് വഴിപാട് നിരക്ക്. മിനിമം 1/4 ലിറ്റർ പായസത്തിന് 60 രൂപയാണ്. ഒരാൾക്ക് പരമാവധി 2 ടിക്കറ്റ് അനുവദിക്കും. പുത്തരി പായസം കൂടുതൽ സ്വാദിഷ്ടമാക്കുന്നതിന് 2200 കദളിപ്പഴവും 22 കിലോ നെയ്യും ഉപയോഗിക്കും. മാതാവിന്റെ കൺമുന്നിൽ മകൾ കാറിടിച്ചു മരിച്ചു. കൂറ്റനാട് ചാലിശ്ശേരി റോഡിൽ ന്യൂ ബസാർ സ്റ്റോപ്പിലായിരുന്നു ദാരുണ സംഭവം. കൂറ്റനാട് വലിയ പള്ളി കാരാത്തുപടി ബാലന്റെ മകൾ ശ്രീപ്രിയയാണ് മരിച്ചത്. 19 വയസ്സാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു അപകടം. ചാലിശ്ശേരി ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തെ വീട്ടിലേക്ക് വരികയായിരുന്നു ശ്രീപ്രിയ. മകൾ ബസ്സിറങ്ങുന്നതും നോക്കി ശ്രീപ്രിയയുടെ അമ്മ ന്യൂ ബസാർ സ്റ്റോപ്പിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെ മകൾ ന്യൂ ബസാർ സ്റ്റോപ്പിൽ ഇറങ്ങുകയും എതിർവശത്ത് കാത്തുനിൽക്കുന്ന അമ്മക്കരികിലേക്കെത്താൻ റോഡ് മുറിച്ചു കടക്കുകയുമായിരുന്നു. റോഡിന്റെ പകുതി ഭാഗം മുറിച്ചു കടന്ന ശ്രീപ്രിയയെ കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡരികിലേക്ക് തെറിച്ചു വീണ ശ്രീപ്രിയയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാഹന അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ CCTV ന്യൂസിന് ലഭിച്ചു. പെൺകുട്ടി ന്യൂ ബസാർ സ്റ്റോപ്പിൽ ബസ്സിറങ്ങുന്നതും റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. CCTV ന്യൂസ് തൃത്താല. പഴഞ്ഞി ജെറുസലേമിൽ യുവാക്കളെ മർദ്ദിച്ചതായി പരാതി. ജെറുസലേം സ്വദേശികളായ ചീരൻ വീട്ടിൽ 20 വയസ്സുള്ള CS ജോയൽ, പുതുരപ്പറമ്പിൽ വീട്ടിൽ 21 വയസ്സുള്ള അഭിഷിത്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. 10ഓളം പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ അഭിഷിത്ത് പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് 6:30ഓടെയായിരുന്നു സംഭവം. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കളെ ജെറുസലേം സെന്ററിൽ വെച്ച് ചവിട്ടി വീഴ്ത്തുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്നും പറയുന്നു. മർദ്ദനത്തിൽ ജോയലിന്റെ താടിയെല്ലിന് സാരമായി പരിക്കേറ്റു. കൈക്കും കാലിനും വാരിയെല്ലിനും ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റ യുവാക്കൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഞങ്ങള് വണ്ടിയിൽ വണ്ടിയെടുത്തിട്ട് കാരണം ഇവര് അവരൊരു കല്യാണം നടക്കണേ വെള്ളം കുടിച്ച് ഫിറ്റാ നല്ല ഫിറ്റാ. വണ്ടിമേ ഒട്ടിയതാ. അപ്പോൾ ആ വണ്ടിമേ ഒട്ടിയ ആൾ വീണു. സുമേഷിനായിട്ട് വീണു. ആൾ വീണായിട്ട് സണ്ണിൽ സൈറ്റ് ഞങ്ങളെ രണ്ടാളിന് മാറി മാറിനെ ഇടിക്കുക. കഴിഞ്ഞിട്ട് കല്ലുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ആളനെ തല്ലി വെക്കുന്നത്. അവനെ ചോരയൊക്കെ ആയപ്പോൾ ആൾക്കാർ കൂടിയപ്പോൾ ഞങ്ങളനെ വണ്ടി മേറ്റിട്ട് പറഞ്ഞപ്പോൾ നേരെ ഇത് കുട്ടൻ്റെ ഇടിക്കുക. അവിടുന്ന് ആൾക്കാർ വന്നിട്ട് അത് നേരെ ആശുപത്രി കൊണ്ടുവരുന്നു. സന്നല് പെരുമ്പിലാവിൽ KSRTC ബസ്സിലെ കണ്ടക്ടറെ യാത്രക്കാരൻ മർദ്ദിച്ചു.
പെരുമ്പാവൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിലെ കണ്ടക്ടർ പെരുമ്പാവൂർ അയമുറി സ്വദേശി മഞ്ഞളി പ്രശാന്തിനാണ് മർദ്ദനമേറ്റത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ പെരുമ്പിലാവ് ജംഗ്ഷനിലായിരുന്നു സംഭവം. കുന്നംകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാരനാണ് കണ്ടക്ടറെ മർദ്ദിച്ചത്. ടിക്കറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പറഞ്ഞു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ചേറ്റുവയിൽ നിന്ന് അനധികൃതമായി ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന വള്ളങ്ങൾ പിടിച്ചെടുത്ത് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിഴ ചുമത്തി. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ മദീന, പ്രജാപതി എന്നീ വള്ളങ്ങളാണ് ചെറു മത്സ്യങ്ങളെ പിടിച്ചതിന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. തൃശൂർ കഴിമ്പ്രം സ്വദേശി നെടിയിരിപ്പിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പ്രജാപതി വെള്ളം. 14 സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള 1800 കിലോ അയില ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി കൊളപ്പറമ്പിൽ വീട്ടിൽ ഹമീദ് മകൻ ഷാഹിർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മദീന എന്ന വള്ളത്തിൽ നിന്ന് നിയമപരമായ അളവിലല്ലാതെ കണ്ട 1600 കിലോ ചെറിയ അയില ഇനത്തിൽപ്പെട്ട മീനുകളും പിടിച്ചെടുത്തു. ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വള്ളങ്ങൾ പിടികൂടിയത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലുപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് പിഴ സർക്കാരിലേക്ക് ഈടാക്കും. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു. ചെറുമത്സ്യങ്ങളെ പിടിച്ച വള്ളങ്ങൾക്കും കാരിയർ വള്ളങ്ങൾക്കും കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം 1980 പ്രകാരം നിയമ നടപടികൾ സ്വീകരിച്ച് പിഴ ചുമത്തും. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശത്തിൽ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് എന്നിവരുടെ സംയുക്ത പട്രോളിംഗിലാണ് വള്ളങ്ങൾ പിടികൂടിയത്. FEO ശ്രുതിമോൾ, മറൈൻ എൻഫോഴ്സ്മെന്റ് വിജിലൻസ് വിംഗ് ഗാർഡുമാരായ ഹുസൈൻ, വിജീഷ്, ഡ്രൈവർ KM അഷ്റഫ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തരം അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടാകുമെന്നും ചെറുമത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന യാനങ്ങൾക്കും വാഹനങ്ങൾക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. ക്ഷേത്ര സാമീപ്യം ആലാപാലത്ത് വാതക ശ്മശാനം നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നിന്നും പുന്നൂർ പഞ്ചായത്ത് പിന്മാറണമെന്ന് കുരഞ്ഞൂർ ഏരിമൽ ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിൽ നിന്ന് 100 മീറ്റർ മാത്രമാണ് ശ്മശാനത്തിലേക്കുള്ള അകലം. മൃതദേഹം ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകപടലങ്ങൾ വിഗ്രഹങ്ങളുടെ ചൈതന്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് തന്ത്രി അഭിപ്രായപ്പെട്ടതായി വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. 18 ദേശങ്ങളിലെ പുലയ സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളുടേതു കൂടിയാണ് ഏരിയമ്മൽ ക്ഷേത്രം. നിലവിലെ ശ്മശാനത്തിൽ കുഴിയെടുത്ത് മൃതദേഹം സംസ്കരിക്കുന്നതിന് വിരോധമില്ല. വാതക ശ്മശാനം നിർമ്മിക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്നും തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന പക്ഷം നിയമപരമായി നേരിടുമെന്നും ഇവർ പറഞ്ഞു. പഞ്ചവടി ബീച്ചിലെ പഞ്ചായത്ത് ഭൂമിയിൽ ആധുനിക ശ്മശാനം നിർമ്മിക്കുകയാണ് വേണ്ടതെന്ന് ക്ഷേത്ര സമിതി ചെയർമാൻ മനോജ് കുരഞ്ഞൂർ, പ്രസിഡന്റ് CK വിനോദ്, ജനറൽ സെക്രട്ടറി KR അനീഷ്, ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ, കോമരം വേലായുധകുമാർ എന്നിവർ പറഞ്ഞു. ഇതിനോട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് ബോർഡ് ഞങ്ങളെ ഭരണസമിതി അംഗങ്ങളായ ചെയർമാനെയും പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും ഒരു അവലോകനത്തിനായിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് ഈ ക്രിമിറ്റോറിയം ഞങ്ങളെ ക്ഷേത്രത്തിന് അവിടെ നിന്ന് ബദൽ സംവിധാനത്തിൽ വേറെ സ്ഥലത്തോട്ട് മാറ്റി സ്ഥാപിക്കണം. ഇത് ഞങ്ങളെ സമുദായം മാത്രം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്, പുലയ സമുദായം. ഇവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് മാറ്റി സ്ഥാപിക്കണമെന്ന് പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ഞങ്ങൾ രേഖാമൂലം അപേക്ഷിച്ചിരുന്നു. അപ്പോൾ ഇതുവരെ അതിനൊരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് മാക്സിമം ഇവിടെ തന്നെ പണിയും എന്നാണ് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത്. എല്ലാ അനുമതി കിട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ അവർക്ക് തടസ്സം? ഞങ്ങളൊരു പുലയ സഭയുടെ ഞങ്ങൾ എരിമൽ സഭയുടെ ഒരു ക്ഷേത്രമാണത്. ഒരുപാട് വർഷം പഴക്കമെത്തിയ ഒരു ക്ഷേത്രമാണത്. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇത്തരം ഒരു ക്രിയ അവർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പൊതുജനങ്ങളെ അറിയിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ 2ാം ദിനമായ തിങ്കളാഴ്ച കടക്കാവൂർ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79 അരങ്ങിലെത്തി. 2ാം ദിനത്തിലെ സാംസ്കാരിക സദസ്സിൽ ഫാദർ വർഗീസ് പോൾ, കാസർഗോഡ് കോറസ് കലാ സമിതി നാടകോത്സവ സമിതി കൺവീനർ ബാലൻ മാണിയോട്ട് എന്നിവർ സംസാരിച്ചു. 3ാം ദിനമായ ചൊവ്വാഴ്ച വൈകിട്ട് 7-ന് കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് എന്ന നാടകം
അരങ്ങേറും. അന്നകര കളത്തിപ്പറമ്പിൽ മാധവൻ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ട്രോഫിക്ക് വേണ്ടിയുള്ള നാടകോത്സവം 37ാം വർഷമാണ് ദേശാഭിമാനി കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മുരിങ്ങാത്തേരിയിൽ പുതിയതായി നിർമ്മിച്ച നവനീതം അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പല ഘട്ടങ്ങളിലായി 26 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കളിസ്ഥലവും 1ാം നിലയിൽ ക്ലാസ് റൂം, അടുക്കള, ടോയ്ലറ്റ് എന്നിവയും ഉൾപ്പെടെയുള്ള 2 നില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് അംഗങ്ങളായ NP അജയൻ, MK ജോസ്, ES സുരേഷ്, PM സജി, സുധീഷ് പറമ്പിൽ, KB ബബിത, സ്വപ്ന പ്രദീപ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ്, ICDS സൂപ്പർവൈസർ ഷിമി E. ചന്ദ്രൻ, AE VS പ്രസാദ് എന്നിവർ സംസാരിച്ചു. മറ്റു നാട്ടിൻപുറത്തുണ്ടാകുന്ന മറ്റു വിശേഷങ്ങളൊക്കെ അറിയുന്ന കേന്ദ്രമായി അംഗൻവാടികളെന്ന് വിപുലീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം അംഗൻവാടികൾക്ക് ന്യായമായ വൃത്തിയുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകണം എന്നാണ് സർക്കാർ ആഗ്രഹിച്ചത്. ഇനി വളരെ കുറച്ച് കെട്ടിടങ്ങൾ മാത്രമാണ് നമ്മുടെ മണ്ഡലത്തിലും എരുമപ്പെട്ടിയിലും തീരാനുള്ളത്. 3 കെട്ടിടങ്ങൾക്ക് MLA ഫണ്ടിൽ നിന്ന് പണം കൊടുത്ത കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചു. CCTV ന്യൂസ് എരുമപ്പെട്ടി. പാഴ്സൽ ലോറിയിൽ നിന്നും വീണ സാധനങ്ങൾ തിരിച്ചു നൽകി നാട്ടുകാർ മാതൃകയായി. ചാവക്കാട് ദേശീയപാത 66 തിരുവത്രയിലാണ് എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ലോറിയിൽ നിന്നും വീട്ടുപകരണങ്ങൾ റോഡിലേക്ക് വീണത്. നാട്ടുകാർ ലോറിയെ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് നാട്ടുകാരായ കുഞ്ചേരി, ബക്കർ, വാർനാട്ട്, പട്ടിയംപുള്ളി, ധനേഷ് എന്നിവർ ചേർന്ന് സാധനങ്ങൾ തിരുവത്രയിലെ ബദരിയ പള്ളിക്ക് മുൻവശം എത്തിച്ചു. പിന്നീട് മറ്റൊരു ലോറിയിലെ ഡ്രൈവർ എത്തിയാണ് പാഴ്സൽ ലോറിയിലെ ഡ്രൈവറെ വിവരം അറിയിച്ചത്. പാഴ്സൽ വീഴുന്ന സമയം ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകാത്തതിനാൽ വൻ അപകടം ഒഴിവായി. ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിച്ച ഷീജയുടെ പൂക്കൃഷിയിലും 100 മേനി വിളവ്. കണ്ടാണശ്ശേരിയിൽ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിലാണ് ബ്രഹ്മകുളം സ്വദേശിനി KS ഷീജ ചെണ്ടുമല്ലി കൃഷിയിലും തന്റെ കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നത്. കണ്ടാണശ്ശേരിയിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് സ്റ്റേഷന്റെ എതിർവശത്ത് ഏകദേശം 1 ഏക്കർ സ്ഥലമാണ് പാട്ടത്തിനെടുത്തിട്ടുള്ളത്. ഇതിൽ 60 സെന്റ് വരുന്ന സ്ഥലത്താണ് വിവിധ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നത്. ഇതിനിടയിലാണ് ചെണ്ടുമല്ലി പൂവിന്റെ കൃഷിയും നടത്തിയിട്ടുള്ളത്. ഓറഞ്ച്, മഞ്ഞ എന്നീ നിറത്തിലുള്ള ചെണ്ടുമല്ലി തൈകളാണ് നട്ടിരുന്നത്. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് നിർത്താതെ പെയ്ത മഴയിൽ ചെടികൾ വെള്ളം കയറി നശിച്ചു പോകുന്ന സാഹചര്യമുണ്ടായതായി ഷീജ പറഞ്ഞു. ചെണ്ടുമല്ലി തോട്ടാണ് ഇത്. ഇതിൽ ഞാൻ 500-ലധികം ചെണ്ടുമല്ലി തൈകളാണ് നട്ടിരുന്നത്. ഇത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ശക്തമായ മഴ ഒരു സമയത്തുണ്ടായിരുന്നു. ദിവസങ്ങളോളം നീണ്ടു നിന്ന മഴ. ആ കനത്ത മഴയിൽ ഫുള്ള് വെള്ളം കയറിയായിരുന്നു. ചെണ്ടുമല്ലി തോട്ടത്തിൽ നിറയെ വെള്ളമായിരുന്നു. ഞാനൊരു മുട്ടിനൊപ്പം വെള്ളം എന്ന് പറയാം, അങ്ങനെ വെള്ളത്തിലായിരുന്നു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനാൽ ഇതൊക്കെ നശിച്ചു പോയി എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. ഇതിനിടയിലൊക്കെ അത് ഈ മഴ കാരണം കൊണ്ട് നല്ല വിൽറ്റ് രോഗം വന്നതിൽ കുറച്ചു ഒക്കെ പോയി. എന്നാലും ആ മഴയെ അതിജീവിച്ച് ഇത്രയും പൂക്കൾ എനിക്ക് ഉണ്ടായി. നല്ല രീതിയിൽ വിളവെടുത്തു. നല്ല പോലെ ആവശ്യക്കാരുമുണ്ട്. ഇപ്പോൾ ചെണ്ടുമല്ലിക്ക് പൂക്കൾക്ക് വേണ്ടിയിട്ട് നല്ല വില കിട്ടുന്ന സമയമാണ്. വെള്ളമിറങ്ങിയതിനു ശേഷം ബാക്കിയുള്ള ചെടികളെ നല്ല രീതിയിൽ പരിചരിച്ചാണ് പൂക്കൃഷി മികച്ച വിളവിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാൻ അനീഷ്മ സനോജ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഷെഫീർ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പിനെ തുടർന്ന് 10 കിലോയിലേറെ ചെണ്ടുമല്ലി പൂക്കളുടെ വിൽപ്പനയും നടത്തി. ഏകദേശം 10 വർഷം മുൻപാണ് ഷീജ കൃഷിയിലേക്ക് ആകൃഷ്ടയാകുന്നത്. മകന് അപകടം സംഭവിച്ച് വിശ്രമത്തിലായതോടെ ജോലിക്ക് പോകാനാകാതെ വീട്ടിലിരിപ്പായപ്പോഴാണ് ഷീജ കൃഷിയെ പ്രണയിച്ചു തുടങ്ങിയത്. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഷീജയ്ക്ക് പ്രചോദനമായിരുന്നു. കൃഷിയിടത്തിൽ നേരിട്ടെത്തി സുനിൽകുമാർ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. നോർത്ത് മലബാർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരത്തിനും ഗുരുവായൂർ നഗരസഭയിലെ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരത്തിനും ഷീജ അർഹയായിട്ടുണ്ട്.
തന്റെ കൃഷിരീതികളെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിനായി യൂട്യൂബ് ചാനലും സജ്ജമാക്കിയിട്ടുണ്ട് മാതൃകാ കർഷകയായ ഷീജ. CCTV ന്യൂസ് കേച്ചേരി. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥലോക മാസികയുടെ വരിക്കാരെ ചേർക്കുന്ന പ്രവർത്തനത്തിന് തുടക്കമായി. എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ടോണി ആളൂർ വരിക്കാരനായി ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് KM അഷ്റഫ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ P സുധീഷ്, AM റഷീദ് എന്നിവർ പങ്കെടുത്തു. വെള്ളപ്പാച്ചിലിൽ ആദൂർ ചിറയുടെ സംരക്ഷണ ഭിത്തി ഒലിച്ചുപോയെങ്കിലും മണ്ണൊലിപ്പ് തടഞ്ഞ ചിറയെ സംരക്ഷിച്ച് ആൽമരം. 18 വർഷം മുമ്പ് പരിസ്ഥിതി പ്രവർത്തകനായ സിൻഡോ പുലിയന്നൂർ നട്ടുപിടിപ്പിച്ച ആൽമരമാണ് ആദൂർ മുട്ടിക്കൽ ചിറയുടെ സംരക്ഷകയായിരിക്കുന്നത്. അതിതീവ്ര മഴയിൽ വാഴാനിപ്പുഴ കരകവിഞ്ഞൊഴുകിയപ്പോൾ മുട്ടിക്കൽ ചിറയുടെ പാർശ്വഭിത്തി ഇടിഞ്ഞുപോയിരുന്നു. ചിറയുടെ ഷട്ടറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന റോഡരികിലെ മണ്ണും ഒലിച്ചുപോയിരുന്നു. ആൽമരമുള്ളതിനാലാണ് കൂടുതൽ മണ്ണൊലിപ്പ് തടഞ്ഞ് ചിറയുടെ ഷട്ടറുകൾ ചേർന്ന ഭാഗം തകരാതിരിക്കുവാനുള്ള കാരണം. 2006 സിൻഡോ മുട്ടിക്കൽ ചിറയോരത്ത് തൈ നട്ടത്. ബോൺസായി വൃക്ഷങ്ങളോട് അമിത താൽപ്പര്യമുള്ള കാലഘട്ടത്തിൽ TTCക്ക് പഠിക്കുമ്പോൾ സുഹൃത്ത് അപർണ സമ്മാനിച്ചതായിരുന്നു വൃക്ഷത്തൈ. 2 വർഷം ബോൺസായിയായി വളർത്തിയെങ്കിലും കുറ്റബോധം തോന്നിയതിനാൽ ആൽമരത്തെ വളർത്താൻ തീരുമാനിക്കുകയായിരുന്നു. ചിറയോരത്തെ ചെങ്കലിൽ തൈ നടുവാൻ തീരുമാനിക്കുകയായിരുന്നു. പുളിയും ചുറ്റികയും ഉപയോഗിച്ച് കാടക്കണ്ണൻ കല്ലു തുരന്ന് മണ്ണ് നിറച്ചാണ് അന്ന് തൈ നട്ടത്. ഇതിന് വീട്ടുകാരുടെയും പഴിയേറെ കേട്ടിരുന്നു. അതിജീവനത്തിന് ഏറെ ബുദ്ധിമുട്ടിയാണ് തൈ വളർന്നത്. കന്നുകാലികൾ പലതവണ തിന്നു നശിപ്പിക്കുകയും സാമൂഹ്യവിരുദ്ധർ തൊലി ചെത്തിയെടുത്തും മുറിച്ചും നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെയും അതിജീവിച്ചാണ് ആൽമരം 18 വർഷം താണ്ടിയത്. 2018 പ്രളയത്തിലും ഈ വെള്ളപ്പൊക്കത്തിലും ചിറയ്ക്ക് സംരക്ഷകയായാണ് ആൽമരം നിന്നത്. പരിസരത്തെ മേൽമണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയെങ്കിലും വേരുകൾ കൊണ്ട് മണ്ണ് പിടിച്ചു നിർത്തിയാണ് ചിറയുടെ ഒരു ഭാഗം സംരക്ഷിക്കാനായത്. ഈ പ്രളയത്തില് ശരിക്കും ഞാൻ ഇപ്പൊ നിൽക്കണ ഈ ഭാഗം പൊട്ടാതെ സംരക്ഷിച്ചത് ഇതിന്റെ വേരുകൾ തന്നെയാണെന്ന് ഒരു സംശയവും ഇല്ല. കാരണം ആ വേരുകൾ കണ്ടാൽ നമുക്കറിയാം. ഇവിടെ ആ മരം ഇല്ലായിരുന്നെങ്കിൽ ഈ സൈഡ് മണ്ണ് ഫുള്ളായിട്ട് കുത്തിയൊലിച്ചു പോയിട്ട് ഇവിടെ പൊട്ടുന്ന ഒരു സാഹചര്യം വന്നിരുന്നു. അങ്ങനെ ഈ ഒരു സ്ഥലത്തെ ആണ് സംരക്ഷിച്ചു. ആ സമയത്താണ് ഞാൻ ആലോചിക്കുന്നത്, ഇത് നടന്ന സമയത്ത് നമ്മുടെ വീട്ടുകാരടക്കം നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുണ്ടായിരുന്നില്ല, നാട്ടുകാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന യജ്ഞശാലയ്ക്കും സ്ത്രോത്ര പീഠത്തിനും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ തറക്കല്ലിട്ടു. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹാധന്വന്തിരി ഹോമം നടത്തുന്നതിനു വേണ്ടിയാണ് കൽമണ്ഡപത്തിൽ യജ്ഞശാല നിർമ്മിക്കുന്നത്. ബാംഗ്ലൂരിലുള്ള മാല രാമകൃഷ്ണൻ എന്ന ഭക്തയാണ് യജ്ഞശാല പണിത് സമർപ്പിക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത്, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം ഓഫീസർ PB ബിജു എന്നിവർ സംബന്ധിച്ചു. കാണിപ്പയ്യൂർ ശ്രീകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. പ്രശസ്ത ആർട്ടിസ്റ്റ് EVS സന്തോഷാണ് സ്ത്രോത്രപീഠം നിർമ്മിക്കുന്നത്. ഡൽഹിയിലുള്ള ബാലഗോപാലാണ് സ്ത്രോത്രപീഠം സമർപ്പിക്കുന്നത്. വയനാട് പുനർനിർമ്മാണത്തിന് സ്ക്രാപ്പ് ചലഞ്ചിന്റെ ഭാഗമായി DYFI എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ക്യാമ്പയിൻ പൂർത്തിയായി. മങ്ങാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ 1,101 രൂപ DYFI മേഖലാ സെക്രട്ടറി NM മിഥുൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തികയ്ക്ക് കൈമാറി. മേഖലാ പ്രസിഡന്റ് MB വിനീത് അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ സെക്രട്ടറി PT ദേവസി, ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TK ശിവൻ, കുഞ്ഞുമോൻ കരിയന്നൂർ, സുമന സുഗതൻ, NB ബിജു, OS മനോജ്, PC ധർമ്മേഷ്, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള വിസ്മയ കാഴ്ചകളുമായി ISRO പ്രദർശനം കുട്ടികൾക്ക് നവ്യാനുഭവമായി. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായാണ് സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ വാഹന പ്രദർശനം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ISRO സഞ്ചരിക്കുന്ന ബഹിരാകാശ വാഹന പ്രദർശനം ഒരുക്കിയത്. ഇതിൽ പ്രധാനമായും ഇന്ത്യയുടെ റോക്കറ്റുകൾ, സാറ്റലൈറ്റുകൾ, ലോഞ്ച് പാഡുകൾ, സാറ്റലൈറ്റിന്റെ ഉപയോഗവും പ്രവർത്തനവും എന്നിവയായിരുന്നു ഒരുക്കിയിരുന്നത്. അന്യഗ്രഹങ്ങളുടെ പഠനങ്ങൾക്കാവശ്യമായ പദ്ധതികൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ബഹിരാകാശ പദ്ധതികളെക്കുറിച്ചുള്ള പ്രാഥമിക അറിവുകൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം.
കേരളത്തിലെ നഗര ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകൾ, കോളേജുകൾ, മറ്റു വിദ്യാലയങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു ISROയുടെ വാഹന പ്രദർശനം സജ്ജമാക്കിയിരുന്നത്. ടെക്നീഷ്യൻ ആർ അനീഷ്, വി ആദർശ്, എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് ആരോമൽ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് ബിജു, വിനീത് എന്നീ ISRO ഭാരവാഹികൾ നേതൃത്വം നൽകി. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പ്രദർശനം കാണാനായി എത്തിയിരുന്നു. +2 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മറ്റു കുട്ടികൾക്ക് വിവരങ്ങൾ വിശദീകരിച്ച് നൽകി. സയൻസ് ക്ലബ് മേധാവി മീന മാത്യു ഏകോപനം നിർവഹിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജോലി ദിവസങ്ങൾ 200 വർദ്ധിപ്പിക്കുന്നതിനും കൂലി ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി വലിയ തോതിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് INTUC രൂപം നൽകുമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ് തൃശൂർ പുഴയ്ക്കൽ ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ INTUC സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AT ജോസ്. INTUC അടാട്ട് മണ്ഡലം പ്രസിഡന്റ് TD വിൽസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ MR രവീന്ദ്രൻ, KN നാരായണൻ, CR ജെയ്സൺ, മറ്റ് നേതാക്കളായ IR മണികണ്ഠൻ, VO ചുമാർ, അഡ്വക്കേറ്റ് സുനിൽ ഗോപൻ, സോബി മുണ്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പാതയിൽ പാറേമ്പാടം കമ്പിപ്പാലത്തിന് സമീപം റോഡിലെ കുഴിയിൽ വെച്ച ഇരുമ്പ് സ്റ്റാൻഡ് അപകട ഭീഷണിയാകുന്നു. റോഡിലെ കുഴിയിൽ വാഹനങ്ങൾ ചാടി അപകടത്തിൽപ്പെട്ടിരുന്നു. കുഴിയിൽ കെട്ടിനിൽക്കുന്ന ചെളിവെള്ളം സമീപത്തെ കടകളിലേക്ക് തെറിക്കുന്നത് പതിവായിരുന്നു. ഇതോടെ സമീപത്തെ ഹോട്ടലുകാർ കുഴിയിൽ ഇരുമ്പ് സ്റ്റാൻഡ് സ്ഥാപിച്ച് ബോർഡ് വെച്ചിരുന്നു. റോഡിൽ ബോർഡ് സ്ഥാപിച്ചതിനെതിരെ പരാതി ഉയർന്നതോടെ ബോർഡ് നീക്കം ചെയ്തു. എന്നാൽ ഇരുമ്പ് സ്റ്റാൻഡ് കുഴിയിൽ നിന്നും നീക്കിയില്ല. രാത്രിയിൽ വാഹനങ്ങൾ ഈ സ്റ്റാൻഡിൽ ഇടിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇരുമ്പ് സ്റ്റാൻഡ് മാറ്റുകയും റോഡിലെ കുഴി അടയ്ക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അംഗപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും ഒരുക്കി എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂൾ. കുന്നംകുളത്തെ അംഗപരിമിതർക്കായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിലേക്ക് അനുയോജ്യമായ പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും വിതരണം ചെയ്യാൻ ഒരുങ്ങി എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും. സീതി സാഹിബ് സ്കൂൾ പ്രിൻസിപ്പാൾ വി സജിത്ത്, വൈസ് പ്രിൻസിപ്പാൾ ജോഷി ജോർജ് കെ, PK സിറാജുദ്ദീൻ, PM ഷാജിന, സാൻഡി ഡേവിഡ്, ജോത്സ്ന എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ തന്നെ ശേഖരിച്ച പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും വിതരണം ചെയ്യുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. പ്രത്യാശ അയിരൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിംഗ് ക്യാമ്പും ലോഗോ പ്രകാശനവും നടന്നു. അയിരൂർ മഹല്ല് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി ലോഗോ പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിഷാർ ഏറ്റുവാങ്ങി. പ്രത്യാശ ചെയർമാൻ ഡോക്ടർ ഹിലാൽ അയിരൂർ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് മുൻ പ്രിവന്റീവ് ഓഫീസർ ജാഫർ, എക്സൈസ് ഓഫീസർ ഗണേഷ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഭാരവാഹികളായ ഫാറൂഖ് അഹമ്മദ്, TC കുഞ്ഞു മുഹമ്മദ്, OK മുഹമ്മദ്, K ഷുക്കൂർ, രാജു കൈപ്പട, P ഷാജഹാൻ, M അബ്ദുൽ ലത്തീഫ്, വത്സലകുമാർ എന്നിവർ നേതൃത്വം നൽകി. പ്രത്യാശ കൺവീനർ AK കാസിം സ്വാഗതവും ജോയിന്റ് കൺവീനർ VK മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. കളിക്കുന്നതിനിടയിൽ തോട്ടിൽ മുങ്ങിത്തഴുന്ന 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് റിയാന്റെ രക്ഷകരായ സായ് കൃഷ്ണ, ആദർശ്, വിനോദ് എന്നിവർക്ക് സൈക്കിൾ സമ്മാനിച്ച് ഗ്രാൻഡ്മ ഒരുമനയൂരിന്റെ ആദരം. ഒരുമനയൂർ AUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ MLA NK അക്ബർ കുട്ടിധീരരായ ഇരുവർക്കും സൈക്കിൾ സമ്മാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, ബ്ലോക്ക് മെമ്പർ ഷൈനി ഷാജി, മെമ്പർമാരായ ഫിലോമിന ടീച്ചർ, KJ ചാക്കോ, മാനേജർ രാമകൃഷ്ണ മേനോൻ, ഗ്രാൻഡ്മ ഭാരവാഹികളായ അബ്ദുൽ നാസർ, CP അഷ്റഫ്, VM യഹിയ, ഇർഫാൻ, അബൂബക്കർ, പ്രധാനാധ്യാപിക ഷീനി ഫ്ലവർ തുടങ്ങിയവർ സംസാരിച്ചു. മധുര വിതരണവും ഉണ്ടായി. കാലിക്കറ്റ് സർവകലാശാല BA പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടി കൂനമുച്ചി സ്വദേശിനി അൽവീന ബാബു. നാടിന് അഭിമാനമായി മാറിയ മിടുക്കിക്ക് അഭിനന്ദന പ്രവാഹവുമായി MLAയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ജനപ്രതിനിധികൾ. ചൂണ്ടൽ പഞ്ചായത്തിലെ 17ാം വാർഡിൽ ഉൾപ്പെടുന്ന ബ്രദേഴ്സ് റോഡിൽ തരകൻ വീട്ടിൽ ബാബു ഷീബ ദമ്പതികളുടെ മകളായ അൽവീന തൃശൂർ കേരളവർമ്മ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു. ഇക്കഴിഞ്ഞ പരീക്ഷയിലാണ് 1ാം റാങ്ക് കരസ്ഥമാക്കി അൽവീന കലാലയത്തിനും നാടിനും അഭിമാനമായി മാറിയത്. പുത്തൂർ ദേവി സഹായം LP സ്കൂളിൽ 1 മുതൽ 4 വരെയും ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ 5 മുതൽ 10 വരെ പഠിച്ച അൽവീന ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അൽവീനയ്ക്ക് അഭിനന്ദനവുമായി മുരളി പെരുന്നലി MLA, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി മുൻ അധ്യക്ഷൻ MK ആന്റണി, CPIM പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ അൽവീനയുടെ വീട്ടിലെത്തി. MLA ബൊക്കെ നൽകിയ ശേഷം പൊന്നാടയണിയിച്ചു. അഭിനന്ദിക്കാൻ എത്തിയവർക്ക് അൽവീന മധുരം നൽകി. MLAയ്ക്കും പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗം തുടങ്ങിയവർക്കൊപ്പം അൽവീനയും കുടുംബവും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. ഭാവിയിൽ സിവിൽ സർവീസ് ലക്ഷ്യം വയ്ക്കുന്ന അൽവീന
ഇപ്പോൾ തിരുവനന്തപുരം കവടിയാർ കുറവക്കോണത്തുള്ള ഫോർച്യൂൺ IAS അക്കാദമിയിൽ വിദ്യാർത്ഥിയാണ്. CCTV ന്യൂസ് കേച്ചേരി. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് വയനാടിന് കൈത്താങ്ങായി വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്നതിന്റെ ഭാഗമായി സ്ക്രാപ്പ് ചലഞ്ച് നടപ്പിലാക്കി ധനസമാഹരണം നടത്തി. കോളേജിലെ NSS വളണ്ടിയർമാർ, പ്രകൃതി സംരക്ഷണ സേനയിലെ 20ഓളം വളണ്ടിയർമാർ എന്നിവർ ചേർന്ന് കടങ്ങോട് പഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ ചെന്ന് സ്ക്രാപ്പുകൾ ശേഖരിച്ചു. കോളേജിലെ പ്രകൃതി സംരക്ഷണ സേന കോർഡിനേറ്റർ സിയാദ്, NSS സെക്രട്ടറി ബാസിദ് എന്നിവർ നേതൃത്വം നൽകി. പ്രശസ്ത ചിത്രകാരനും ശില്പിയും ചിത്രകലാധ്യാപകനുമായിരുന്ന ആർട്ടിസ്റ്റ് ഗണപതിയുടെ ഓർമ്മയ്ക്കായി ശിഷ്യരുടെ കലാകൂട്ടായ്മയായ ഗണപത് ഏർപ്പെടുത്തിയ ഗണപത് ചിത്രകലാ പുരസ്കാരം പ്രശസ്ത ചിത്രകാരൻ മദനന് സമ്മാനിക്കും. കേരളീയ ചിത്രകലയ്ക്ക് മദനൻ നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 10,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദീർഘകാലം പെരിങ്ങോട് ഹൈസ്കൂളിൽ ചിത്രകലാ അധ്യാപകനായിരുന്ന ഗണപതി മാഷ് കുട്ടികളെ ചിത്രകല പഠിപ്പിക്കുക മാത്രമല്ല, ഒരു കാലഘട്ടത്തിലെ ദൃശ്യകലകളിൽ സക്രിയമായി ഇടപെടുകയും ശില്പകലകളിൽ പുതിയ അവബോധം സൃഷ്ടിക്കുകയും ചെയ്ത കലാപ്രതിഭ കൂടിയാണ്. ലാഭേച്ഛ കൂടാതെ ആയിരക്കണക്കിന് ശിഷ്യരെ കലാരംഗത്തേക്ക് ആനയിക്കുകയും ചെയ്തു അദ്ദേഹം. 28-ന് പെരിങ്ങോട് യൂത്ത് ലൈബ്രറി അങ്കണത്തിൽ നടക്കുന്ന ഗണപതി മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് മദനന് പുരസ്കാരം സമ്മാനിക്കും. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഗുരുവായൂർ ചുമർചിത്ര പഠനകേന്ദ്രം റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ KU കൃഷ്ണകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. കുട്ടികൾക്കായി നടത്തിയ അഖില കേരള പെയിന്റിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന വിതരണം ചെയ്യും. രാവിലെ മുതൽ നടക്കുന്ന ചിത്ര പ്രദർശനം പ്രശസ്ത ചിത്രകാരൻ അജയൻ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഗണപത് പ്രസിഡന്റ് വേണു പാലൂർ അധ്യക്ഷത വഹിക്കും. ബസന്ത് പെരിങ്ങോട്, മണികണ്ഠൻ പുന്നക്കൽ, ശശി കോതച്ചിറ എന്നിവർ സംസാരിക്കും. സമാപന സമ്മേളനത്തിൽ പെരിങ്ങോട് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീകല, P വിനീത, KM സലിം, TV ഉണ്ണികൃഷ്ണൻ, V രാമചന്ദ്രൻ, A സേതുമാധവൻ, T രാജീവ്, KB സുധീർ, രവി കട്ടശ്ശേരി, N സേതുമാധവൻ, വിനോദ് മാധവൻ, ഭവദാസൻ പെരുമ്പിള്ളി, അജയൻ കൂറ്റനാട്, രേവതി വേണു, VM ബഷീർ എന്നിവർ സംസാരിക്കും. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുന്നകുളം കിഴൂർ വിവേകാനന്ദ കോളേജ് 1992-93 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വയനാട് ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം കൈമാറി. കൂട്ടായ്മ ഭാരവാഹികളായ സുനിൽ KC, ഫൈസൽ പേരകം, ആഷിഖ്, സലാം PA, അനിൽകുമാർ VM എന്നിവർ തുക കുന്നകുളം തഹസിൽദാർ OB ഹേമയ്ക്ക് കൈമാറി. തായങ്കളിയുടെ ആരവത്തിലമർന്ന് കണ്ടാണശ്ശേരി. ആർത്തിരമ്പുന്ന ആവേശത്തോടെ ഇനി വൈകുന്നേരങ്ങളിൽ തായങ്കളി സംഘങ്ങളുടെ പോരാട്ടം കനക്കും. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ ഓണക്കാലത്ത് നടത്തിവരാറുള്ള തായംകളി മത്സരത്തിന് തുടക്കമായി. വായനശാലയോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ കളിയിടത്തിലാണ് വൈകുന്നേരങ്ങളിൽ തായംകളി അരങ്ങേറുന്നത്. കവടി വീശിയെറിഞ്ഞുള്ള തായം കളിക്ക് ആവേശം പകരാൻ തിങ്ങി നിറഞ്ഞ കാണികളാണ് എത്താറുള്ളത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും കണ്ടാണിശ്ശേരിയിലെ തായം കളിയുടെ ആവേശത്തിൽ നിറയാൻ കളിക്കാരും കാണികളും എത്താറുണ്ട്. കണ്ടാണിശ്ശേരിക്കാർ ഓണാഘോഷത്തെ വരവേൽക്കുന്നത് തായം കളിയോടെയാണ്. കവടിയിൽ പറഞ്ഞ എണ്ണം വീഴ്ത്തുന്നവരും വെല്ലുവിളിച്ച് എതിരാളിയുടെ കരുവെട്ടി മാറ്റുന്നവരും കയ്യടി നേടുന്നതും തായം കളിയുടെ പ്രത്യേകതയാണ്. കണ്ടാണിശ്ശേരി ജനതയുടെ ജീവരക്തത്തിലലിഞ്ഞ തായം കളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി അധ്യക്ഷനായി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, പഞ്ചായത്ത് അംഗം ഷീബ ചന്ദ്രൻ, വായനശാല സെക്രട്ടറി BK ദാസൻ, കലാസമിതി സെക്രട്ടറി ബൈജു പന്തായിൽ, ട്രഷറർ KD സന്ദീപ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ പ്രോജക്ടിന്റെ ഭാഗമായി സൈറ്റ് ഫോർ കിഡ്സ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിശോധനാ ക്യാമ്പ് ക്ലബിന്റെ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് മധു ചൂണ്ടൽ അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ്, ലയൺസ് റീജിയൻ ചെയർപേഴ്സൺ ലിജോ ജോർജ് കുട്ടി, സോൺ ചെയർപേഴ്സൺ ഷാജു, അഹല്യ കണ്ണാശുപത്രിയിലെ ഡോക്ടർ രശ്മി ജയശ്രീ, ക്ലബ് ട്രഷറർ TT രാജൻ, വൈസ് പ്രസിഡന്റ് ഷാജിലി ചെറുവത്തൂർ, MPTA പ്രസിഡന്റ് പ്രസീദ എന്നിവർ സംസാരിച്ചു. പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ചൂണ്ടൽ ലയൺസ് ക്ലബ് നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്.
വർണ്ണാഭമായി അഷ്ടമിരോഹിണി ആഘോഷങ്ങൾ. കൃഷ്ണ രാധാവേഷം ധരിച്ചെത്തിയ കുട്ടികൾ നിരത്തുകൾ കീഴടക്കി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രദക്ഷിണം നാടിനെ അമ്പാടിയാക്കി. വിശദാംശങ്ങളിലേക്ക്. പോർക്കളേങ്ങാട് സംഘധുനി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ പോർക്കളേങ്ങാട് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്ര വൈകിട്ട് ശ്രീ മണികണ്ഠ ക്ഷേത്രത്തിൽ സമാപിച്ചു. 50ഓളം കൃഷ്ണനും രാധികമാരും പങ്കെടുത്തു. ശിങ്കാരിമേളവും ഉണ്ടായി. പ്രസാദൂട്ടും ഉറിയടിയും നടന്നു. ഭാരവാഹികളായ അനിൽ അലീക്കൽ, സുജിത് പുല്ലാനിപ്പറമ്പത്ത്, വിഷ്ണു കൂനത്ത് എന്നിവർ നേതൃത്വം നൽകി. നോങ്ങല്ലൂർ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശോഭയാത്ര വർണ്ണാഭമായി. അഗതിയൂർ കലശമല ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര നോങ്ങല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് ഉറിയടി, വഴുക്കൽ മരം കയറൽ, ഗോപികാ നൃത്തം എന്നിവ നടന്നു. പ്രസാദ വിതരണവും ഉണ്ണിക്കണ്ണന്മാർക്ക് സമ്മാനദാനവും നടത്തി. പരിപാടികൾക്ക് വിഗീഷ്, ശ്രീജിത്ത്, പത്മനാഭൻ, വേണു, പ്രജിത്ത്, ജയപ്രകാശൻ, നിമിഷ വിഗീഷ്, സുമിനി അജേഷ്, ആദിദേവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പോർക്കുളം കാരുകുളം വിവേകാനന്ദ സേവാ സമിതിയും അമ്മ കൂട്ടായ്മയും ചേർന്ന് നടത്തിയ ശോഭായാത്ര വർണ്ണാഭമായി. പോർക്കുളം കരുവാൻപടിയിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് ഉറിയടി, രാധാകൃഷ്ണ നൃത്തം, പ്രഭാഷണം ഉണ്ടായി. ഉണ്ണിയപ്പം, അവിൽ നിവേദ്യം എന്നിവയും വിതരണം ചെയ്തു. കടവല്ലൂർ ശ്രീരാമ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജന്മാഷ്ടമി ആഘോഷങ്ങളും ശോഭയാത്രയും വർണ്ണാഭമായി. രാധാകൃഷ്ണ വേഷധാരികളായ ഗോപിക ഗോപാലന്മാർ നൃത്തത്തിന്റെ അകമ്പടിയോടുകൂടി ഘോഷയാത്ര നടത്തി. കടവല്ലൂർ വടക്കുമുറി വിഷ്ണുബായ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കടവല്ലൂർ സെന്ററിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. ശേഷം ഉറിയടി, ഗോപികാ നൃത്തവും അരങ്ങേറി. പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. ശോഭയാത്രയ്ക്കും ആഘോഷങ്ങൾക്കും ശ്രീരാമ ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ CV രാധാകൃഷ്ണൻ, KB വേണു, BB സജിത്ത്, ശ്രീ രഘുനാഥ്, സനൽ, വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി. അക്കിക്കാവ് കപ്പൂർ ബാലനരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാവിലെ 6:30 ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ തന്ത്രിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളും ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യയും പൊളിക്കൽ പ്രസാദിന്റെ ഭക്തിപ്രഭാഷണവും നടന്നു. തുടർന്ന് അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപികുമാരുടെയും അകമ്പടിയോടെ ശോഭയാത്ര ആരംഭിച്ച് കപ്പൂർ ബാലനരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് ഉറിയടി, ഗോപികാ നൃത്തം, കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. കുട്ടഞ്ചേരി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടഞ്ചേരി തുമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗ്രാമപ്രദക്ഷിണം ആരംഭിച്ചു. തുടർന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഗോപികാ നൃത്തം, ഉറിയടി, കലാപരിപാടികളും ഉണ്ടായി. ശിവജി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഗോപികാ നൃത്തത്തോടുകൂടി തിച്ചൂർ ശ്രീ ഐരാണി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്ര അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ഭക്തി സമ്മേളനം തൃശൂർ വിഭാഗ് പ്രചാർമുഖ് PG കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അജയ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗീതാപാരായണം, പ്രശ്നോത്തരി, ഉറിയടി എന്നിവയും നടന്നു. പഴവൂർ ശ്രീധർമ്മശാസ്ത്ര ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ പഴവൂർ മുദ്ര നൃത്തവിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ നൃത്ത പരിപാടികൾ നടന്നു. വൈകിട്ട് ശ്രീ കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്ര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. ആഘോഷ പ്രമുഖ് അജിത്, വൈഷ്ണവ്, വിഷ്ണു, സുജിത്, നന്ദന, ഐശ്വര്യ, സൗമ്യ, ലാലകൃഷ്ണ, രാഹുൽ രാജ്, റിബിൻ എന്നിവർ നേതൃത്വം നൽകി. ബാലഗോകുലം വേലൂരിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്രയും സാംസ്കാരിക സംഗമവും നടന്നു. വേലൂർ മേഞ്ചേരിക്കാവ് ദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഗോപികാ നൃത്തത്തോടുകൂടി ആരംഭിച്ച ശോഭയാത്ര വേലൂരിന്റെ ഗ്രാമവീഥികളെ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. കാർത്തേനി ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ഗോപികാ നൃത്തത്തോടൊപ്പം ആവേശകരമായ ഉറിയടി മത്സരത്തോടെയും ഭക്തിസാന്ദ്രമായി നടന്നു. തുടർന്ന് ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവ ആഘോഷ പ്രമുഖ അർജുനൻ VK അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ ശ്രീനന്ദ പ്രാർത്ഥനയും ശ്രീകൃഷ്ണ ജയന്തി സഹ ആഘോഷ പ്രമുഖ വേണുഗോപാൽ സ്വാഗതവും റിട്ടയേർഡ് സംസ്കൃതാധ്യാപകനും വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ സംസ്ഥാന ട്രഷററും ആധ്യാത്മിക പ്രവർത്തകനുമായ സജീവ് മാസ്റ്റർ വേലൂർ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശവും നൽകി. ചടങ്ങിൽ മാതൃസമിതി അംഗം ജയ ശശി നന്ദി പറഞ്ഞു. തുടർന്ന് പങ്കെടുത്ത എല്ലാവർക്കും പ്രസാദ വിതരണവും പിറന്നാൾ മധുരമായി പാൽപായസ വിതരണവും ഉണ്ടായി. വേലൂർ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വേലൂർ മണിമലർക്കാവിൽ നിന്ന് ഉറിയടിയോടുകൂടി ആരംഭിച്ച ഘോഷയാത്ര വേലൂർ കൂറൂരമ്മ സന്നിധിയിൽ സമാപിച്ചു. തുടർന്ന് ഗോപിക നൃത്തവുമുണ്ടായി. നിരവധി കൃഷ്ണഗോപികമാരാണ് ഘോഷയാത്രയിൽ അണിനിരുന്നത്. വെങ്ങിലശ്ശേരി ബാലഗോകുലം ആഘോഷ പ്രമുഖ് രാകേഷ് മേനോത്തുപറമ്പിൽ, അഖിൽ, സുഗിൽ, ഋഷിൽ, അരുൺ, ശരത്, അക്ഷയ്, ശ്രീജിത്ത്, ശ്രീരാഗ് എന്നിവർ നേതൃത്വം നൽകി. ബാലഗോകുലം തയ്യൂരിന്റെ ആഭിമുഖ്യത്തിൽ തയ്യൂർ ആൽമൈതാനത്തിൽ നിന്നും ഗോപികാ നൃത്തത്തോടുകൂടി ആരംഭിച്ച മഹാശോഭയാത്ര ലോകരത്തിക്കാവ് ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. അഡ്വക്കേറ്റ് കുമാരൻ മാരാത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലോകരത്തിക്കാവ് മേൽശാന്തി പ്രകാശ് തിരുമേനി പ്രഭാഷണം നടത്തി. ആഘോഷ പ്രമുഖ് അജിത് MR സ്വാഗതവും അദ്വൈത് മാരാത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രസാദ വിതരണവും പായസ വിതരണവും ഉണ്ടായി.
ബാലഗോകുലം പുന്നേർകുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. പുന്നേർകുളത്ത് 12 സ്ഥലങ്ങളിൽ നിന്നായി ആരംഭിച്ച ശോഭയാത്രകൾ വൈകിട്ട് 4 മണിക്ക് കൊരച്ചനാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി ആൽത്തറ ഗോവിന്ദപുരം ക്ഷേത്രത്തിൽ സമാപിച്ചു. നിരവധി കൃഷ്ണ രാധ കുചേല വേഷങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, ഗോപികാനൃത്തം, ഉറിയടി, ഭജന എന്നിവ ശോഭയാത്രയ്ക്ക് മാറ്റേകി. സ്വാഗത സംഘാംഗങ്ങളും കേരളീയ വസ്ത്രം ധരിച്ച അമ്മമാരും അണിനിരുന്ന ശോഭയാത്ര ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ KM പ്രകാശൻ ശ്രേയയ്ക്ക് പതാക കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ജയരാജൻ ചക്കാലക്കുമ്പിൽ, പൊതുകാര്യദർശി T. ബാബു, ആഘോഷ പ്രമുഖ് K. വിഷ്ണു, ശ്രീകൃഷ്ണ ജയന്തി സ്വാഗത സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശോഭയാത്രയിൽ സ്നേഹനിധി ശേഖരണവും ഉണ്ടായിരുന്നു. ചെറായി ശ്രീനാരായണ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറെ ചെറായിയിൽ വെച്ച് നടത്തിയ പരിപാടി ശ്രീനാരായണ ബാലഗോകുലം രക്ഷാധികാരി രവീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഉറിയടി മത്സരം, സ്പൂൺ റൈസ്, കസേരക്കളി തുടങ്ങിയ കലാകായിക വൈജ്ഞാനിക മത്സരങ്ങളും നടന്നു. പരിപാടികൾക്ക് പ്രജീഷ് ചെറായി, മാമ്പറ്റ് മോഹനൻ, ബാഹുലയൻ, യദു മാമ്പറ്റ്, വിവേക്, അഭിജിത്ത്, വേണു, അപ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി. മത്സര വിജയികൾക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. പായസ വിതരണവും ഉണ്ടായിരുന്നു. പെരിയമ്പലം വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശോഭയാത്ര നടത്തി. പെരിയമ്പലം കൃഷ്ണാനന്ദാശ്രമത്തിൽ നിന്നും പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് ദക്ഷിണ മഹാമണ്ഡലേശ്വരി അനുഗ്രഹവാക്കുകളിൽ കൂടി പതാക കൈമാറി ഘോഷയാത്ര ആരംഭിച്ചു. പെരിയമ്പലം സുബ്രഹ്മണ്യ ശാസ്താ ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് ഉറിയടിയും തിരുവാതിരയും ഭക്തിഗാന നൃത്തവുമുണ്ടായി. സ്വാഗത സംഘം കമ്മിറ്റി മൂപ്പാടത്ത് അജീഷ്, കറുത്തേടത്ത് രഞ്ജു, പെരിയമ്പലം ശാഖ കാര്യവാഹ് പ്രസാദ്, TC ഷിജിത്ത് കടിക്കാട്, മണ്ഡലം സേവാപ്രമുഖ് അമർനാഥ്, കുഞ്ഞിമുത്തപ്പൻ, രൂപേഷ് കുഞ്ഞിരിയത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. കുന്നംകുളം ബദനി കോളേജിൽ പുതുതായി ചേർന്ന വിദ്യാർത്ഥികൾക്ക് വർണ്ണാഭമായ സ്വീകരണം. വരവേൽപ്പ് 2024 എന്ന പേരിൽ BBA, BCom, BCA എന്നീ കോഴ്സുകളിലെ 1ാം വർഷ വിദ്യാർത്ഥികൾക്കായി 2ാം വർഷ കോളേജ് സ്റ്റുഡന്റ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പ്രശസ്ത DJ ബ്ലാക്ക് ഡിയോണിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത പരിപാടിയും ആവേശം തീർത്തു. പുതിയ വിദ്യാർത്ഥികൾക്കായി ലഞ്ച് വിത്ത് ഫ്രഷേഴ്സ് ഒരുക്കിയിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 93 രൂപ. ചരമം പെരുമ്പിലാവ് ചെറുവള്ളിയിൽ ചന്ദ്രൻ നിര്യാതനായി 69 വയസ്സായിരുന്നു. സംസ്കാരം കാട്ടകമ്പാൽ പൊതു ശ്മശാനത്തിൽ നടന്നു. മണിയാണ് ഭാര്യ. പ്രവീൺ, ദിവ്യ, പ്രദീപ് എന്നിവർ മക്കളാണ്. അക്കിക്കാവ് പടിക്ക വീട്ടിൽ രാഘവൻ നായർ നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടത്തി. മല്ലികയാണ് ഭാര്യ. സൗമ്യ, സരിത, സന്തോഷ് എന്നിവർ മക്കളാണ്. കോട്ടപ്പടി ഇരിങ്ങപ്പുറം കല്ലായിൽ വാസു നിര്യാതനായി 68 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ വാതക ശ്മശാനത്തിൽ നടന്നു. തങ്ക ഭാര്യയും വിനീഷ, വിജീഷ്, വിബീഷ് എന്നിവർ മക്കളുമാണ്. ചാവക്കാട് തിരുവത്ര കുഞ്ചേരി GMLP സ്കൂളിന് സമീപം പ്രിയദർശിനി റോഡിൽ താമസിക്കുന്ന പരേതനായ വെട്ടിക്കാട്ടിൽ അലി ഭാര്യ വെളുത്തടത്തിൽ കുഞ്ഞിമോൾ നിര്യാതയായി 73 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് കിറാമൻകുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടക്കും. നാസർ, ജബ്ബാർ, മനാഫ്, സൗദ, സാജിദ, നദീറ, ദാഫിയ, സൈഫുനിസ എന്നിവർ മക്കളാണ്. വടക്കേക്കാട് ഞമനേങ്ങാട് മമ്പറമ്പത്ത് പരേതനായ വേലായുധൻ ഭാര്യ ലക്ഷ്മി നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടന്നു. രാധ, പ്രേംരാജ്, സുരേഷ്, ഗിരീഷ് എന്നിവർ മക്കളാണ്. പുന്നൂർ കുഴിങ്ങര ഹരിതഗ്രാമം ഉത്തരപ്പറമ്പിൽ മുഹമ്മദ് ഭാര്യ ചള്ളയിൽ ഫാത്തിമ നിര്യാതയായി 67 വയസ്സായിരുന്നു. ഖബറടക്കം കുഴിങ്ങര പള്ളി ഖബർസ്ഥാനിൽ നടന്നു. കുഞ്ഞു നാസർ, ഷർഫുദ്ദീൻ, സീനത്ത് എന്നിവർ മക്കളാണ്. കുന്നുകുളം ആനായിക്കൽ ചെറുവത്തൂർ ഡേവിഡ് ഭാര്യ വത്സ നിര്യാതയായി 68 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3-ന് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ഷെഫി, ബെഫി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറി. മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു. നിലവിലെ ഭരണസമിതി പിരിച്ചുവിട്ടു. 2 മാസത്തിനകം പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അതുവരെ നിലവിലെ ഭരണസമിതി അഡ്ഹോക് കമ്മിറ്റിയായി തുടരും. റോഡ് നിർമ്മാണം വീണ്ടും നിലച്ചു. പൊടിശല്യം രൂക്ഷം. ദുരിതക്കയത്തിലായി മേഖലയിലെ വ്യാപാരികൾ. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ ടാറിംഗ് പ്രവൃത്തി വീണ്ടും നിലച്ചു. കുന്നംകുളം നഗരത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിലെ അനാസ്ഥ അഴിമതി എന്ന ആരോപണം. കോൺഗ്രസ് അംഗങ്ങൾ നഗരസഭാ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചു. പെരുമ്പിലാവിൽ KSRTC ബസ്സിലെ കണ്ടക്ടറെ യാത്രക്കാരൻ മർദ്ദിച്ചു. പെരുമ്പാവൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിലെ കണ്ടക്ടർ പെരുമ്പാവൂർ ഐമുറി സ്വദേശി മഞ്ഞളി പ്രശാന്തിനാണ് മർദ്ദനമേറ്റത്. ടിക്കറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പഴഞ്ഞി ജെറുസലേമിൽ യുവാക്കൾക്ക് മർദ്ദനം. ജെറുസലേം സ്വദേശികളായ ചീരൻ വീട്ടിൽ 20 വയസ്സുള്ള CS ജോയൽ, പുതുരപ്പറമ്പിൽ വീട്ടിൽ 21 വയസ്സുള്ള അഭിഷിത്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പ്രകോപനം കൂടാതെ ഒരു സംഘം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരാതി. പോലീസിൽ പരാതി നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.